ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് മുതൽ നമ്മുടെ ഓണം തുടങ്ങല്ലേ. അപ്പം ഇന്ന് അത്താണ്. അപ്പം ഞാൻ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി തുടങ്ങുകയാണേ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്തപ്പൂക്കളം എന്ന് പറയുമ്പോൾ ആകെ ചെമ്പരത്തി മാത്രം തന്നെ ഇട്ടു കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇന്നലെ ഞാൻ മണ്ണിട്ടിട്ട് തറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാണകം മെഴുകി, ചാണകം ഇന്നലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച കൊണ്ട് ചാണകം കിട്ടില്ല. അപ്പോൾ ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പണ്ടിടുന്ന പോലെ ആദ്യം തന്നെ ചെമ്പരത്തി നടുക്കിൽ വെച്ചു. ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ചെമ്പരത്തി വെക്കാൻ വേണ്ടി നമ്മൾ ചാണകമുള്ള നടുക്കിൽ വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആവശ്യമില്ല, അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല തറ. പിന്നെ ഇതാ എന്ത് ചെമ്പരത്തി അത് വന്നിട്ട് വേറെ കളറ് ചെമ്പരത്തി. എനിക്ക് പൂക്കളിടാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പണ്ടിടുന്ന പോലെ എങ്ങനെയെങ്കിലൊക്കെ ഇടും. പിന്നെ ഓണം ഉത്രാടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടാണ് അടിപൊളി പൂക്കളിടുക. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ നിറയണെന്ന് ഞാനും എന്തായാലും കൂടി അങ്ങോട്ട് പോവാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ പൂവിട്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് മുതൽ നമുക്ക് ആഘോഷങ്ങളാണ് അല്ലേ. തുണി എടുക്കാൻ പോവുക, സാധനങ്ങൾ വാങ്ങാൻ പോവുക. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കല്യാണമുണ്ട്. അപ്പം അത്തപ്പൂക്കളം എന്താ ഇടല് കഴിഞ്ഞു. ഇതാണ് ഇപ്പം എൻ്റെ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ. എങ്ങനെയുണ്ട് നന്ദേട്ടാ? നന്നായിട്ട് അടിപൊളിയായിട്ട് പൂക്കളിടുന്ന ആളാട്ടോ. എനിക്കതൊന്നും അറിയില്ല. അപ്പം ഞാനും ഇവിടെ അടുത്തുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ്. നാളെ ഞങ്ങൾ പൂ വാങ്ങുന്നിട്ട് ഇടും. എന്തായാലും വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് പൂക്കളിടാൻ അറിയില്ല. അപ്പം എല്ലാവരും ഇന്ന് മുതൽ നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. അപ്പോൾ പിന്നെ കാണാം. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാണെന്ന് നിറയാണ് അവിടെ. അപ്പം സ്നേഹത്തോടെ.